സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടും ശിഷ്യോദയെ സ്മരിച്ചുകൊണ്ടും വേദിയിലും സഹസ്രരിക്കുന്ന ആത്മബന്ധുക്കൾ, നമ്മുടെ ഈ സത്സംഗത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും പല അറിവുകളും പല അനുഭവങ്ങളും നമ്മളിവിടെ പങ്കിടുന്നു. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ടതാണ്. പല വിഷമങ്ങളും ദുരിതങ്ങളും എന്തുകൊണ്ട് വരുന്നു എന്ന് ഇന്ന് നമ്മൾ ഗുരുവിൻ്റെ ശബ്ദത്തിൽ തന്നെ അത് മനസ്സിലാക്കി. ഇവിടെ വന്നിട്ട് ചില ആൾക്കാർ ഓടി നടക്കും, ചില ആൾക്കാർക്ക് ഈ കൃഷി ചെയ്താലേ ഇഷ്ടപ്പെടുള്ളൂ, ചിലവർക്ക് അടുക്കളയിൽ കയറിയാലേ ഇഷ്ടപ്പെടുള്ളൂ, ചിലവർക്ക് പ്രാർത്ഥിച്ചാലേ ഇഷ്ടപ്പെടുള്ളൂ. ഇതെല്ലാം അതാത് ജീവൻ്റെ ഗുണവിശേഷം പോലെയാണ് അത് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാലയത്തിൽ നടന്നും പ്രാർത്ഥിക്കാം, ഇരുന്നും പ്രാർത്ഥിക്കാം. വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ പല ക്ഷേത്രങ്ങളും പോയാൽ അവിടെ ക്ഷേത്രം ചുറ്റും വലം വയ്ക്കാനൊന്നും പറ്റില്ല. ഇന്ന് നമുക്ക് ചെയ്യാനേ പറ്റില്ല, ആശ്രമങ്ങളായ. പക്ഷെ നമ്മുടെ ഗുരുവിനെ എല്ലാം അറിയുന്നതുകൊണ്ട് നമുക്ക് നടന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമ്മുടെ ജീവൻ്റെ അനേക ജന്മങ്ങളിലെ വാസനപരമായ കർമ്മത്തിൻ്റെ വശം നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഓരോ പ്രവർത്തനത്തിൽ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആശ്രമത്തിൽ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഈ പറഞ്ഞ സുശീല ടീച്ചർക്കുണ്ട്. ചോദിച്ചാറേ, സുശീല ടീച്ചറുടെ മോളുടെ കാര്യമൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. സുശീല ടീച്ചറുടെ വീട്ടിലെ ഒരു 4-5 ഡോക്ടർമാരുണ്ട്, എല്ലാം ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സാണ്. അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഗുരുവിൻ്റെ അടുത്ത് അവരിന്ന് ഒരു നല്ല ഒരു കുടുംബിനിയായിട്ട് കോഴിക്കോട് ജീവിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാം ജീവനിൽ കിടക്കുന്ന ഇതുപോലത്തെ ഗതികേടുകൾ പല രീതിയിൽ നമുക്ക് വിഷമമായി. ചിലവർക്ക് ദാരിദ്ര്യമായിട്ട് വരും, വീട് ജപ്തിയുടെ വക്കിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ചിലവർക്ക് അത് കുടുംബകലഹമായിട്ടായിരിക്കും വരിക. ചിലവർക്ക് ഈ കാര്യങ്ങളെല്ലാം തിരിഞ്ഞ് ഇവർ ഈ നാടിനും വീടിനും കൊള്ളാത്തവരായി മാറും. ഇങ്ങനെയെല്ലാം ഈ ജീവൻ്റെ കർമ്മഗതികേട് കൊണ്ട് ഇങ്ങനത്തെ പലതും വരും. ഇതെല്ലാം നമ്മൾ ഗുരു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആശ്രമത്തിൽ വന്നിട്ട് ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഒരിക്കൽ നിങ്ങളുടെ ഈ അനുഭവം പറഞ്ഞാണ്. പാലക്കാട് ഗുരു വന്ന സമയത്ത് അന്ന് ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, പണം ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്, പൈസ വേണം. അപ്പോൾ അന്ന് ഞാൻ പല ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഗുരു പറഞ്ഞാൽ പണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പറഞ്ഞു. ഞാനൊക്കെ അടുത്ത് പോയിരുന്നു. എന്തെങ്കിലും മന്ത്രമാണെങ്കിൽ എഴുതിയെടുക്കാനൊക്കെ എളുപ്പമല്ല, അന്ന് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല, എഴുതി തന്നെ വേണം. അപ്പോൾ ഞാൻ അടുത്ത് പോയി. അപ്പോൾ ഗുരു പറഞ്ഞു, ജീവന് പുണ്യം ഉണ്ടായാൽ മതി ഇടാവും. ഗുരു അതെങ്ങനെയാണ് ചോദിച്ചു. അതിന് ഭാഗ്യം വേണം, പുണ്യത്തെ ഭാഗ്യമാക്കണം. ഇതിന് രണ്ടിനും നിൻ്റെ ജീവനിൽ പ്രാർത്ഥന വേണം. എൻ്റെ വാക്ക് തെറ്റിക്കാതിരുന്നാൽ മതി. പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക് തെറ്റിക്കാതെ നിങ്ങൾ ഇരുന്നാൽ നീ പറഞ്ഞ സാധനം നിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് കിടക്കും, നീ സാധുവായി മാറും. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഗുരുവേ സാധു പറഞ്ഞത് ചോദിച്ചു. നമ്മൾ വിചാരിച്ചിരിക്കുന്ന സാധു പറഞ്ഞ എന്താ, പട്ടിണി കിടന്ന് കോലം വരച്ച് വീട്ടിൽ പണിയില്ല, അല്ല. സാധു പറഞ്ഞ ഏറ്റവും ഊർജമുള്ളവൻ, അവൻ്റെ അടുത്ത് എല്ലാം വന്നു ചേരും. അവൻ എവിടെ ഇരുന്നാലും, ഒരു മരുഭൂമിയുടെ നടുക്ക് പോയിരുന്ന അവിടെ വെള്ളം വരുന്ന ഗുരു പറഞ്ഞു. അങ്ങനെയുള്ള മക്കളായി നിങ്ങൾ മാറണം. അതിന് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു മാർഗമാണ് ഗുരു തന്നത്. ഗുരു പറഞ്ഞു, അതിൽ ഏറ്റവും പ്രധാനമായി ദൈവം നമുക്ക് തന്നത് നമ്മുടെ അഖണ്ഡനാമം. അത് പിടിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കടന്നു പോവാം. എത്രയോ പേരുടെ അനുഭവങ്ങൾ അത് പറയാറുണ്ട്. ഓപ്പറേഷൻ നടക്കുമ്പോഴും ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഏത് കാര്യത്തിന് പോകുമ്പോഴും ഈ അഖണ്ഡനാമം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തിൻ്റെയും ഇടയിൽ കൂടെ നമുക്ക് നടന്നു പോകാം. ഇപ്പോൾ നമ്മുടെ പാലക്കാടിലൊരു ഒരു ശിവക്ഷേത്രത്തിൽ എൻ്റെ ഒരു ഇതുണ്ട്, ഭൈരവൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ദണ്ഡപാണി എന്നാണ് എൻ്റെ പേര്. അപ്പം അവന് ഈ ഗുരുവിൻ്റെ അവിടെ വന്ന സമയം മുതൽ അവന് പല പ്രശ്നങ്ങളാണ്. അപ്പം ഇവൻ ഈ പൂജാരിയൊക്കെ നിർത്തിയിട്ട് ഇവങ്ങനെ ഗുരുവിൻ്റെ രീതിയിൽ
പോയിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ കൂടെയൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ അവിടെ വരും, ശക്തമായിട്ടുള്ള പ്രാർത്ഥന. പിന്നെ ഒരു ദിവസം ഇവന് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ ഇവൻ അബോധാവസ്ഥയിലാവാം. ഈ അബോധാവസ്ഥയിൽ ഇവൻ അഖണ്ഡനാമം ജപിക്കുക. ഇവൻ ആ ഇരുട്ടിൻ്റെ ഭയത്തിലും ഇവൻ അഖണ്ഡനാമം ജപിക്കുമ്പോൾ ഇവൻ കാണുന്നത് ഈ ഇരുട്ടിനെ മുറിച്ചുകൊണ്ടൊരു ടോർച്ചിൻ്റെ ലൈറ്റ് പോലും ലൈറ്റ് ഇങ്ങോട്ട് വരികയാണ്. അത് വലിയൊരു പ്രകാശമായി മാറിയപ്പോൾ ഇവൻ ഉണർന്നു. ഇവൻ ഈ അഖണ്ഡനാമം ജപിച്ചിട്ട് തന്നെ വീട് വരെ നടക്കുകയാണ്. അത് പിന്നീട് നമ്മൾ ഗുരുവിനോട് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവൂടാ, നീ പ്രാർത്ഥന വിടരുത് പറഞ്ഞു. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക തന്നെ വേണം. അതിലെവിടെയെങ്കിലൊക്കെ അപകടങ്ങളിൽ വന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പലവിടെയെങ്കിലും പല പ്രശ്നങ്ങളും എന്നോട് വന്ന് ഇവിടെ പറയുമ്പോൾ ഇവിടെ 289 വീടുകളിൽ ഞാൻ പോയിരുന്നു. ആ വീടുകളിലെ എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, പ്രാർത്ഥനയും ചിട്ടയുമുള്ള വീടുകളിൽ തലേ കൂടെ വന്ന് പൊട്ടേണ്ട സാധനം മുടി കൂടെ തട്ടിപ്പോകുന്നത്. അവിടെയാണ് ഞാൻ ശ്രീമതി അമ്മയോടും പറഞ്ഞത് കാര്യം. 4 സമയത്ത് നിങ്ങൾ കട്ടിക്ക് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എപ്പോഴാണ് 4 സമയങ്ങൾ കട്ടിക്ക് പ്രാർത്ഥിക്കണം എന്ന് ഗുരു പറഞ്ഞു? 4 സമയങ്ങൾ, സമയമല്ല, സന്ദർഭങ്ങളിൽ. 1 വീട് കെട്ടുമ്പോൾ, 2 നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, 3 വിവാഹം നടക്കുമ്പോൾ. അല്ലേ, വിവാഹം നടക്കാൻ പോവുകയാണെങ്കിൽ ഗ്രഹം നിർമ്മിക്കുമ്പോൾ, അസുഖം വരുമ്പോൾ. 4ാമത്തെ സന്ദർഭം ഗുരു പറഞ്ഞു, ഒരു കുട്ടി ജനിക്കാൻ പോകും. ഒരു അമ്മ ഗർഭിണിയായാൽ ആ കുട്ടി ജനിക്കാതിരിക്കാൻ വേണ്ടി സകലതും സൂക്ഷ്മം നോക്കും. ഗുരുവിൻ്റെ സങ്കല്പത്തിൽ ജനിക്കാൻ സമ്മതിക്കില്ല. അതിന് പ്രാർത്ഥന കൊണ്ടേ സാധിക്കുള്ളൂ എന്നവർ. അവിടെ ഈ വിവാഹം, കുട്ടി ജനിക്കൽ, ഗ്രഹനിർമ്മാണം, അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞാനത് നിങ്ങളുടെ അടുത്ത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം, എത്ര നേരം വീട്ടിൽ പ്രാർത്ഥിക്കണം. വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, ഉറപ്പാണ്. സാധിക്കില്ല എന്നുള്ള കാര്യം 289 വീട്ടിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഗുരുവേദ വരുമ്പോൾ ഒരു കഴിഞ്ഞുണ്ടാവും, ഗുരുപ്രിയ വരുമ്പോൾ കഴിഞ്ഞുണ്ടാവും, സൽപ്രിയം വരുമ്പോൾ ശാന്തിപ്രിയൻ ഉണ്ടാവില്ല, ശാന്തിപ്രിയം വരുമ്പോൾ വന്ദനൻ ഉണ്ടാവില്ല. ഇതിൻ്റെ കാരണം ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നു വളരെ വ്യക്തമായിട്ട്. നമ്മുടെ തലമുറയായിട്ട് നമ്മുടെ ഇവിടെ ഈ ഇതിൽ സംസാരിച്ച സൽപ്രിയൻ പറഞ്ഞ പോലെ ജാതി കൊണ്ടും മതം കൊണ്ടും അതിൻ്റെ ആചാര കർമ്മം കൊണ്ടും അതനുസരിച്ച് ജീവിച്ചുകൊണ്ടും നമ്മുടെ കുടുംബത്തിൽ ജീവനിൽ വ്യത്യാസമുള്ള അനേക ആൾക്കാരാണ് ജനിച്ചു വരുന്നത്. അപ്പോൾ അവരുടെ എല്ലാം രീതിയിൽ അവർക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല. അതിൽ 4 വർണ്ണങ്ങളുണ്ടെന്നാണ് സൽപ്രിയം പറഞ്ഞത്. അല്ലേ, എന്തൊക്കെ വർണ്ണങ്ങൾ? ബ്രാഹ്മണയ, വൈഷ്ണവ, ക്ഷത്രിയ, ശൂദ്ര. ഇത് 4 വർണ്ണമാണ്, ജാതിയല്ല. ജനിക്കുന്ന ആരും ആയിക്കോട്ടെ അവൻ ശൂദ്രനാണെന്നാണ് ഗുരു പറഞ്ഞു. അതാണ് കലിയുങ്കൽ ജനിച്ചാൽ മതി, അവൻ രക്ഷപ്പെടും. കലിശൂദ്രങ്കൽ എന്ന് പറയാൻ കാരണം എന്താ? എങ്ങനെയെങ്കിലും പണ്ടാരടങ്ങിയിട്ട് ഇവിടെ കലിയുഗത്തിലും ചാടിക്കയറി കിട്ടിയാൽ മതി. അല്ലേ, നമ്മൾ പണ്ടൊക്കെ പറയാറില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ദുബായിൽ നിന്ന് എത്തിപ്പെട്ടാൽ മതി, എങ്ങനെ കള്ളവണ്ടി കയറിയിട്ടെങ്കിലും നമ്മളവിടെ പോകാൻ മതി എന്ന പോലെ ഈ ഒരു ജന്മം കിട്ടിയാൽ മതി. അപ്പം ഈ 4 വർണ്ണമുള്ള ഈ കർമ്മം ജാതിയാക്കി മാറ്റി. ഏതുപോലെ? ഇപ്പം ഇന്നത്തെ ഇവിടെ ഇരിക്കുന്ന ഇവരൊക്കെ എഞ്ചിനീയർമാരാണ്, ഇവരെ മക്കൾ ഓട്ടോമാറ്റിക് എഞ്ചിനീയർ ആവുന്നവർ. കാരണം ഇവർ ജാതിയാണ്, അതൊരു ജാതിയാക്കി മാറ്റി. IAS ഓഫീസർമാരുടെയൊക്കെ മക്കൾ IAS ബ്രാഹ്മണന്മാർ IAS ആവും. പ്യൂണുമാരുടെ മക്കളൊക്കെ പ്യൂണേ ആവാൻ പാടുള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നും ആവാൻ സമ്മതിക്കില്ല എന്നൊരു നിയമസ്ഥിതി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഒരു എഴുത്തും വായനയും ഇല്ലാത്തവൻ കളക്ടറോ, നമ്മുടെ കാര്യം കട്ടപ്പുകയും. ഇതുപോലെ ബ്രാഹ്മണീയം എന്ന് പറഞ്ഞ് പൂനൂലിട്ടുകൊണ്ട് ഈ കർമ്മത്തിൽ വന്ന് നമ്മൾ വിശ്വസിച്ച് പോയപ്പോൾ കണ്ടാറകർണയും കണ്ടമുത്തനെയും
മച്ചിലെ മുകളിലെ ഭഗവതിയും മച്ചിൻ്റെ താഴത്തെ ഭഗവതിയും മുത്തപ്പനൊക്കെ നമ്മുടെ ഈശ്വരന്മാരായി മാറി. ഇവരെല്ലാവരും ഒരു ജന്മം ഈ കലിയുഗത്തിൽ ജനിക്കാൻ വേണ്ടി യാചിച്ച് നിൽക്കുന്ന ജീവനുകളെ നമ്മൾ പോയി പിടിച്ചപ്പോൾ എന്തായി? നമുക്ക് കള്ളുകൂടിയും ബഹളങ്ങളും ലഹളയും വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുരുങ്ങിപ്പോയി. ഇതിനെ തീർക്കാനാണ് ഗുരു പട്ടിണി കിടന്നത്. ഇതിനെ തീർക്കണമെങ്കിൽ ഗുരു പറഞ്ഞു, എടാ അതിൻ്റെ ആയുധമായിട്ടാണ് ഗുരു ഈ അഖണ്ഡനാമം നമുക്ക് ദൈവം തന്നത്. ആദ്യം ഞാനും അത് വിശ്വസിച്ചില്ല. പിന്നെ ഒരു അവധൂതൻ വന്ന് ഗുരുവിനോട് പറയണം, എന്താണ്? വാക്കാണ് സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. കാരണം വെച്ചാൽ ആ പ്രകാശത്തു നിന്ന് വരുന്ന വാക്കുകൾ സത്യം തന്നെയാണ്. ഗുരു എന്ന അവസ്ഥ ദൈവത്തിന് തതുല്യമാണ്. അപ്പോൾ ഗുരുവിന് മനസ്സിലായി. അങ്ങനെയാണ് ഈ അഖണ്ഡനാമം നമ്മൾ ശക്തമാക്കിയത്. അതിനുശേഷമുണ്ടായ മാറ്റങ്ങൾ അതിഗംഭീരമായി. അപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മൾ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ ആ വന്ന് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. അവരുടെ സഹോദരനും വന്നിട്ടുണ്ട് അവിടെ, അല്ലേ? അതുണ്ട്. ഈ അഖണ്ഡനാമം അവരിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു മാസമേ ആയിട്ടുണ്ടാവും, 1-2 മാസം. ഈ അഖണ്ഡനാമം നമ്മൾ ജപിക്കുമ്പോൾ ക്രമേണ നമ്മുടെ വീട്ടിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഗുരു പറഞ്ഞത് ഈ അസുഖങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ വരുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. 3 ടൈപ്പിൽ വരുന്ന ഗുരു പറഞ്ഞു. അതിലൊന്നും പ്രധാനമായി ഗുരു പറഞ്ഞത്, എടാ നിന്റെ കർമ്മദോഷം കൊണ്ട് നിന്റെ തലമുറയിൽ നിന്ന് കിട്ടുന്ന, നിന്റെ അച്ഛൻ്റെ 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 7 തലമുറ, അമ്മയുടെ 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 അവിടെ 7 തലമുറ. അപ്പം ഞാനൊക്കെ അന്ന് ചോദിച്ചിരുന്നു, എൻ്റെ മുത്തച്ഛനെ കണ്ടിട്ട് പോലുമില്ല ഞാൻ. ഇദ്ദേഹം വെള്ളമടിച്ചാൽ ഞാൻ അനുഭവിക്കണം പറഞ്ഞ് എന്തിൻ്റെ ധർമ്മത്തിലാണ്? അല്ല നമുക്ക് ചോദിക്കാമല്ലോ. ഗുരുവിനോട് എന്ത് കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ചോദിച്ചാൽ അതിന് മറുപടി ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോൾ ദേവേട്ടനോടോ അല്ലെങ്കിൽ വിനായകർ സാറോടൊക്കെ ഇവർ ഈ ആശയം പറയുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കില്ല. നമ്മൾ ഭയങ്കര ചോദ്യങ്ങളാണ്. കാരണം ചോദ്യങ്ങളിൽ നിന്ന് മാത്രമേ അറിവുണ്ടാവൂ. മറ്റേ നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോവും. ഇങ്ങനെ ഇരുന്ന് സ്വാമി എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാരണം ഗുരു പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഉറങ്ങിപ്പോവും. ഞാനങ്ങനല്ല, ചോദിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സ്വഭാവം ചോദ്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കറിയാത്ത ഈ പറയുന്ന, അപ്പോൾ പറഞ്ഞത് ആ ഗോത്രത്തിൻ്റെ ഗോത്ര സ്വഭാവത്തിലെ എനിക്കും നിനക്കും ജനിക്കാൻ പറ്റും. പിന്നീട് ഇതിന് നോബൽ സമ്മാനം കിട്ടുകയാണ്, അല്ലേ? എന്താണ് കിട്ടിയത്? 7 തലമുറയുടെ DNA ആണ് ഈ ഇരിക്കുന്ന ശരീരം മുഴുവൻ. ഞാൻ കണ്ണടയിട്ടത്, നിങ്ങൾക്ക് അസുഖം വരുന്നത്, നിങ്ങൾ കള്ളു കുടിക്കുന്നത്, നിങ്ങൾ ലഹള കൂടുന്നത്, നിങ്ങൾക്ക് ശബ്ദം ഉയർന്നു വരുന്നത്, തെറി വിളിക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ഗോത്രത്തിൻ്റെ DNA എന്നാണ് വരുന്നത്. ഗുരു പറഞ്ഞതിന് നോബൽ പ്രൈസ് വരികയാണ്. ഇതിന് 7ാം അറിവെന്ന് തമിഴിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ ഗ്രന്ഥം അന്ന് ഞാൻ വായിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു സിനിമയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ 7 തലമുറ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയുടെ 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 അമ്മയോ ചെയ്തു വെച്ചിട്ടുള്ള എന്തെല്ലാം നന്മ തിന്മകളുണ്ടോ അതെല്ലാം നിങ്ങളുടെ ശരീരത്തിലെ DNA കാണും. ചില വീട്ടിൽ 8 മക്കളുണ്ടാവും. പണ്ടൊക്കെ അങ്ങനെയാണ്, ഇപ്പോഴത്തെ പോലെയല്ല. 1 അരയൊന്നുമല്ല. പണ്ടൊക്കെ അമ്മമാർ 8-9 മക്കളാണ്. 8ഉം വ്യത്യസ്ത സ്വഭാവങ്ങളായി. ചിലവർ കുടുംബത്തിന് ഉതകും, ചിലവർ കുടുംബത്തിന് ഉതകില്ല. എങ്കിലും 8ൽ 1 ഒരു കൈ കിട്ടണ പോലെയാണ്. കുറേ മരിച്ചും പോകും. അപ്പം ഇതുപോലെ ഈ ഗതികേട് എൻ്റെ തലമുറയിൽ നിന്ന് എനിക്ക് വരുന്നു. അപ്പോൾ എൻ്റെ കണ്ണട ഞാൻ ഊരാൻ നോക്കുന്നു. ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അന്ന് 50,000 രൂപ ചിലവിടും. 96-ൽ ഞാൻ എൻ്റെ സർവസ്വമായ ഗുരുവിൻ്റെ അടുത്ത് 50,000 രൂപയായിട്ട് ചെല്ലുകയാണ്. ഞാൻ അനുവാദത്തിനാണ് പോകുന്നത്. ഏകദേശം എൻ്റെ 7 തലമുറയല്ല, അതിൻ്റെ അപ്പുറത്തെ വരെ വിളിച്ചു ചീത്ത എൻ്റെ ഗുരു. നിനക്ക് എന്തിൻ്റെ കടടാ? ഇത് നിൻ്റെ കർമ്മഗതിയാണ്, അല്ലേ? ഇത് നീയെ കളയരുത്. ഇത് നിൻ്റെ തലമുറയിൽ നിന്ന് വന്നിട്ടുള്ള, ഇത് മാറിയാൽ മറ്റൊന്ന് വരും. ചില അസുഖങ്ങൾ ഗുരു മാറാൻ സമ്മതിക്കില്ല. ചില കടങ്ങൾ ഗുരു വീട്ടണ്ടാവും. ചില വീടുകൾ പൊളിക്കണ്ടാവും. ചില വീടുകൾ വിൽക്കണ്ട എന്ന് പറയും. ചിലവരൊക്കെ കടം വന്ന് വളരെ പ്രശ്നമായിട്ട് പോലും അത് സമ്മതിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ തലമുറയായിട്ട് വന്നിട്ടുള്ള ഈ ഗതികേട്.
അപ്പം ഈ തലമുറയിൽ നിന്ന് വരുന്ന ഈ അസുഖം എങ്ങനെ എവിടം കൊണ്ട് തീരും? ചിലവർക്ക് മാനസിക രോഗമായിരിക്കും, ചിലവർക്ക് ചില അവയവങ്ങൾ വർക്ക് ചെയ്യില്ല. ഞാൻ പാലക്കാടിലൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചെവി കേൾക്കാത്ത ഒരാളുടെ കാര്യം അല്ലേ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ. അവർക്കൊക്കെ 8ാം ക്ലാസ്സിലെ ഓണപരീക്ഷ കഴിയുമ്പോൾ ഒരു പനി വരും. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ചെവി പോകും. അതേപോലെ തന്നെയാണ് പാലക്കാടിലൊരു വലിയ പൈസക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, അത് ഗുരുവിൻ്റെ ജീവൻ അപകടത്തിലാവുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലെ ഗുരുപൂജ ചെയ്യാൻ ശിശുപൂജ സമ്മതിച്ചില്ല ഗുരുവിന്. അവരുടെ വീട്ടിലേക്ക് പോകുന്നത് പോലും എല്ലാവരും കൂടി തടുത്തു. ആ വീട്ടിലെ പന്തലക്കിട്ട് അവർ ആ നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചിരുന്നു. കാരണം എന്താ? ആ വീട്ടിലെ അത്രയും വലിയ അപകടമാണ്. കാരണം അവരുടെ വീട്ടിൽ പാമ്പൊക്കെയാണ് ഒന്ന് തലതെല്ലിച്ചാവുക. ആ തലതെല്ലിച്ചാവുന്ന പാമ്പിനെ വളരെ ആഘോഷത്തോടു കൂടി വലിയ ഇതിലൂടെയാണ് അവരതിനെ നമ്പൂരിയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കള എഴുത്തോ കളപ്പാട്ടൊക്കെ ചെയ്തിട്ടാണ് കൊണ്ട് കുഴിച്ചിടുക. അത് അവരുടെ ഒരു പ്രിവിലേജ് പോലെയാണ്. ആ കുടുംബത്തിൽ എപ്പോഴും മന്ദബുദ്ധികളും വികലാംഗന്മാരും ജനിച്ചുകൊണ്ടിരിക്കുക. സ്വത്ത് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ചില ആൾക്കാർ 50 വയസ്സിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ആയി ചാവുകയും ചെയ്യും. അതുകൊണ്ട് അവർ ഒരു 21 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കും. കാരണം മരണം അവരുടെ മുന്നിൽ ജനറ്റിക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗതികേട് മാറണമെങ്കിൽ ഗുരു പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഗുരുവേ ഞങ്ങൾക്ക് ഈ പ്രാർത്ഥിക്കുമ്പോൾ ശരീരം ചൂടാവും, താങ്ങാൻ പറ്റുന്നില്ല, കാലൊക്കെ പൊട്ടുന്നു. അപ്പോൾ പറഞ്ഞു ഞാനൊരു ഗുരുപൂജ ചെയ്യാൻ നോക്കട്ടെ. അല്ലേ, ഗുരുവിൻ്റെ ത്യാഗം അവിടെയാണ്. അപ്പം അതിന് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ശിശുപുത്രിയും നമ്മുടെ മറ്റേ ജന്യന്മാരെയൊക്കെ കണ്ണുവെട്ടിച്ചിട്ടാണ് ഗുരു ആ ഗുരുപൂജ ഒരു ദിവസം രാവിലെ ചെയ്യും. ഏകദേശം ഒരു 6 മണിയോടുകൂടി ഗുരു കിടപ്പിലായി. ഗുരു കിടക്കിയിൽ പാമ്പ് എഴേണ്ട പോലെ ഇടയാണ്. സത്പ്രഭാസ്വാമി കൈ പിടിച്ചിട്ടുണ്ട്, ജ്യോതിർമയ സ്വാമി കാല് പിടിക്കുന്നുണ്ട്, അവിടെ പിടിക്കണ്ടായാലും. അപ്പോഴാണ് നമ്മുടെ ജന്യന്മാർ, അനുഭവമുള്ള ജന്യന്മാരൊക്കെ നോക്കുമ്പോൾ ഒരു തീക്കുണ്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പ് എഴയുന്നത് പോലെ കാണും. ആ പാമ്പ് അപ്പുറത്ത് വന്ന് വരുമ്പോൾ സ്ഥിതി എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് ഗുരുവിൻ്റെ കഷ്ടപ്പാട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ശക്തിയായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 12-1 മണി വരെ ആയിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ചെല്ലപ്പം വൈദ്യരുണ്ട് ഒരാളുണ്ടായിരുന്നു. പാലക്കാട് വെച്ചിട്ട് സംഭവിക്കണം. അദ്ദേഹം എന്തോ ഒരു സിദ്ധ മെഡിസിൻ കൊണ്ടുവരാൻ പറഞ്ഞു. അത് അവിടുത്തെ സെൽവേട്ടനും നമ്മുടെ ഇന്നത്തെ ഗംഗാർ മാഷ് എന്ന് പറയുന്ന പൂർണ്ണസ്വാമിയും കൂടി പോയി കൊണ്ടുവന്ന് 1 മണിയോടുകൂടിയ ഗുരുവിൻ്റെ ശരീരത്തിൽ അത് ഇട്ടപ്പോൾ ഗുരു പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ തലമുറയായിട്ട് വരുന്ന ഇതുപോലത്തെ അസുഖങ്ങൾ, അതിലേറ്റവും പ്രധാനമായ ഗുരു പറയുന്നത് ഇല്ലാതെ ജനിക്കുക, ഇതേപോലെ അവയവങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നതൊക്കെ ഈ ദേവി സമ്പ്രദായ ആരാധനയുണ്ടെങ്കിൽ അതുണ്ടാവുമെന്നാണ് ഗുരു പറയുന്നത്. മുട്ടുകാലുകളിൽ തേയ്മാനം വരിക, സന്ധികളിൽ വേദന വരിക, ഇതുപോലത്തെയൊക്കെ, ഇതുപോലെ ഈ നെർവ് സിസ്റ്റം മൊത്തം പ്രവർത്തിക്കാതിരിക്കുക, ഇതെല്ലാം സംഭവിക്കുന്നത് അതിനെയും താഴെയുള്ള കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടി അല്ലേ, ഇതുപോലത്തെയൊക്കെ ആരാധനാ കർമ്മം സൂക്ഷിക്കുന്നവർക്കാണത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇതേ പ്രശ്നം ഇസ്ലാമിനും വരുന്നുണ്ടല്ലോ. നമുക്ക് ചോദിക്കാം, നമുക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞത് ഇസ്ലാമിലും ഇങ്ങനെയുള്ള ആരാധനാ കർമ്മമുണ്ട്, ജിന്നാരാധനാ കർമ്മം. അപ്പോഴാണ് തൃക്കാടിയനുകൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാത്ത അതിൻ്റെ ബാക്കി. കാരണം അത് വല്ലവിടെയും പോയി കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ വരും. അപ്പോൾ അത് ഗുരു പറഞ്ഞത് ഇത് യേശുവിൻ്റെ പരമ്പരയ്ക്കും ബുദ്ധ പരമ്പരയ്ക്കും ജൂത പരമ്പരയ്ക്കും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ആ കർമ്മം വരുമ്പോൾ ഈ രോഗങ്ങൾ അവരുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കാതെ നശിപ്പിക്കുന്നത്. ഇത് സ്വത്ത്
നോക്കിയിട്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല സമ്പത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഇടയിൽ തന്നെ പേര് കേട്ട പല ആൾക്കാർക്കും ഇത് സംഭവിക്കുക. ഇതിന് കാരണം 7 തലമുറയുടെ ഈ ഗതികേട് കൊണ്ടുവരുന്ന ഈ പ്രശ്നങ്ങളാണെന്ന് ഗുരു പറഞ്ഞു. ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന അസുഖത്തിനെ മാറ്റണമെങ്കിൽ ഗുരുവിൻ്റെ ഒരു മഹാകാരുണ്യം നിങ്ങളിൽ പ്രവഹിക്കണം. അതിനെന്തു വേണം? ശക്തമായ ഒരു പ്രാർത്ഥനാ ചിട്ട നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിക്കണം. അതാണ് അവരുടെ കുട്ടിയുടെ കാര്യം വന്നപ്പോഴും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ഗുരു പറയും. പക്ഷേ ചിലപ്പോൾ അത് ഗുരുവിൻ്റെ ഒരു സങ്കല്പം കൊണ്ട് മാറാൻ പറ്റും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഗുരു പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനാലയത്തിൽ പോയി അല്ലെങ്കിൽ വീട്ടിലോ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ണൂരിലെ ഒരാളുടെ പ്രശ്നം വന്നപ്പോൾ ഗുരു മറുപടി കൊടുത്തതാണ്, നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ചാലേ ഈ മാനസിക രോഗത്തിനൊരു മാറ്റം വരുള്ളൂ. ഇത് തലമുറയിൽ നിന്ന് വന്നതാണ്. ഈ തലമുറയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമായിട്ടും ഈ കുഴപ്പങ്ങളും ഒക്കെ ആയിട്ട് വരും. നമ്മുടെ പെൺകുട്ടികളെല്ലാം വഴിതെറ്റിക്കുന്നതും ഈ കർമ്മഗതിയാണ്. ഈ ലവിലൊക്കെ പോയി ചാടുന്നത് ഇതിലാണ്. ഞാനിതവിടെ ഒരു കല്യാണത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ അമ്മയോടൊക്കെ ഞാൻ സംസാരിച്ചു. ഈ അമ്മയൊക്കെ ഞാൻ ചീത്ത വിളിച്ചു. കാരണം നൂലുകെട്ടർ വരുമ്പോൾ 2 നൂലുകെട്ട് നടന്നിട്ടുണ്ട്. ചോറൂണ് വരുമ്പോൾ 2 ചോറൂണാണ്. ഒന്ന് അമ്പലത്തിലും ഒന്ന് ഇവിടെയൊക്കെ നടത്തണം. അപ്പോൾ ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടിക്ക് നല്ലൊരു ആലോചന കൊണ്ടുപോയിക്കൂടെ? വേറൊരാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഞാൻ തന്നെ 2 പ്രാവശ്യം എനിക്ക് വേണ്ടി ഈ പെണ്ണിനെ ആലോചിച്ചിട്ട്, പക്ഷെ ജാതി നോക്കിയിട്ട് എനിക്ക് തന്നില്ല. ഈ അമ്മയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനൊരു 10-15 പയ്യന്മാരെ കൊണ്ടുപോയിട്ട്, പക്ഷെ അവർ ജാതി നോക്കിയിട്ട് അവരവരുടെ 7 തലമുറയുടെ ഗതികേട് എനിക്ക് മതി എന്ന് പറഞ്ഞ് ആ 7 ഗതികേടിൻ്റെ പാരമ്പര്യത്തിലൊരു കുട്ടിയെ ജനിപ്പിച്ചിരിക്കുക. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അവർക്ക് സംഭവിക്കുന്നത്. ഇത് ആ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് പോവാതിരിക്കാനുള്ള മാർഗമാണ് ഗുരു പറഞ്ഞത്. ഇതിന് അടുത്ത നോബൽ സമ്മാനം കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. റിപ്പയറിംഗ് ഓഫ് DNA എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഇടയിൽ മന്ദബുദ്ധിയായ കുട്ടികൾ പഠിക്കൂല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ IAS വേണ്ടി ട്രൈ ചെയ്യും. ഞാനത് വള്ളാപ്പള്ളി നടേശൻ സാർ എന്നോട് ഒരിക്കൽ SNDPയുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ IAS വേണം. ഇപ്പം ആരുമില്ല SNDP എന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടാവും അല്ലേ? നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എന്നിട്ട് പിടിച്ചു കയറാനൊക്കെ കയറുമോ? ഇല്ല. അപ്പൊ ആ ബോധത്തിന്റെ അറിവിലേക്ക് ഉയരാനുള്ള ബോധം എനിക്കില്ലെങ്കിൽ എൻ്റെ ഈ 1400 ഗ്രാം ബ്രെയിൻ വർക്ക് ചെയ്യോ? ഇല്ല. അതുകൊണ്ടാണ് ഒരിക്കലും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ എന്ത് ചെയ്യണം? ആശ്രമത്തിൽ കൊണ്ട് നിർത്തണം. ഇവിടെ നിന്ന് പ്രാർത്ഥിപ്പിക്കണം അവര്. ഇതിനാണ് ഗുരു 5 മണിക്ക് എണീക്കാൻ പറയണം. ഗുരുവേദയ്ക്കൊക്കെ മനസ്സിലാക്കും. പഠിക്കാൻ എല്ലാവർക്കും പറയണം. 5 മണിക്ക് ഈ പ്രകൃതിയിൽ ഇത് നടക്കുന്ന സമയത്ത്, മാലിന്യം നീക്കുന്ന നിർമാല്യം നടക്കുന്ന സമയത്ത് നമ്മൾ എണീച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവനിൽ കെട്ടുകളായി കിടക്കുന്ന ഗതികേട് മാലിന്യം നീങ്ങിപ്പോകും. ഈ 1400 ഗ്രാം ബ്രെയിൻ ഫാസ്റ്റായി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഞാൻ എപ്പോഴും നിങ്ങളെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അല്ലേ? നമ്മളൊക്കെ ഒരു മാമ്പഴത്തിൻ്റെ താഴെ പോയെന്ന് മാമ്പഴം വീണ് എന്ത് സംഭവിക്കും? നമ്മൾ ഫുള്ളെ അടിച്ചിട്ട് 2 മാമ്പഴം കൂടി വലിച്ച് വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് വീട്ടിൽ കുഴിച്ചിടും. എന്തിനാണ്? ഇനി തിരിച്ചാ മാമ്പഴം വലിക്കാൻ അവിടെ പോണ്ടല്ലോ, എൻ്റെ വീട്ടിലുണ്ടാവുമല്ലോ. ഇതേ പ്രശ്നം ന്യൂട്ടന്റെ തലയിൽ വീണപ്പോൾ ന്യൂട്ടൻ എന്ത് ചെയ്തു? ഇരുന്നാലോചിച്ചു. ഈ ആലോചനയുടെ വ്യത്യാസമാണ് ശാന്തിഗിരിയിലെ പ്രാർത്ഥന. അത്രേ ഉള്ളൂ. നമ്മുടെ 7 തലമുറക്കാരനാരും എന്ത് ചെയ്തിട്ടില്ല? ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിച്ചു നോക്കൂ. അവർ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ചർച്ച ചെയ്യുന്ന എന്താണ് ചോദിച്ചു? സാമ്പാർ എങ്ങനെ നന്നായി ഉണ്ടാക്കാം, ചപ്പാത്തി 3 ദിവസം എടുത്ത് വെച്ചാലും അതിങ്ങനെ കട്ടിയാവാതിരിക്കാൻ എന്താ വഴി? ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞാൻ ഒന്നും പറയല്ലേ, നിങ്ങളുടെ ചർച്ച ഫുഡിലേക്ക്. അത് തെറ്റല്ല. കാരണം നമ്മുടെ 7 തലമുറ അങ്ങനെ ചെയ്തു. അപ്പം നമ്മുടെ ബോധമനസ്സും എന്തേ ഉണ്ടാവുള്ളൂ? അതേപോലെ പോളൂ.
ആ സമയം ഒരു ജപ്പാൻകാരനായ സ്ത്രീയോട് ചോദിച്ചു നോക്കൂ, അവരുടെ ചിന്താഗതി വേറെ. കാരണം ബുദ്ധമതത്തിൻ്റെ അവരുടെ ആ ചിന്താഗതിയിൽ നിന്നാണ് ആ സമൂഹത്തിൽ മാറ്റമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു വേൾഡ് കപ്പ് നടന്നു കഴിഞ്ഞാൽ അവർ അവിടുന്ന് മാറുമ്പോൾ ആ സ്ഥലം മുഴുവൻ വൃത്തിയാക്കി തുടച്ച് ക്ലിയർ ആക്കിയിട്ട് അവർ പോകും. നമ്മളാണെങ്കിലോ 5 ഹിന്ദിക്കാരെ വിട്ടാലും പോലും ക്ലീൻ ചെയ്യാൻ തീരില്ല, അത്ര സാധനം ഉണ്ടാവും നമ്മളവിടെ. കാരണം നമ്മുടെ ജീവന്റെ വാസനപരമായ കർമ്മം നമ്മുടെ 7 തലമുറയിൽ നിന്ന് നമ്മുടെ കാറിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ കാറിൽ പോകുമ്പോൾ എന്താ ചെയ്യുക? തുപ്പണം തോന്നി എന്ത് ചെയ്യും? ദാസു ഒറ്റ തുപ്പാണ്. അത് പിന്നാലെ പേര് ബൈക്കാരനുണ്ടോ ഇല്ലയോ ഒന്നും നമ്മൾ നോക്കാറില്ല. അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്ത് ചെയ്യും? ഒറ്റയാണ്. അത് നമ്മുടെ റെയിൽവേയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ എത്താറായി നമ്മൾ എങ്ങനെ അറിയാം? ആ ഗേറ്റ്, ആ ജനലിൽ കൂടെ നോക്കിയാൽ മതി. സൈഡിൽ മുഴുവൻ ഗ്ലാസ് പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റേ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്താ കാരണം? നമ്മൾ ഒരിക്കലും വേസ്റ്റ് ബോക്സ് കൊണ്ടില്ല. അവിടെ റെയിൽവേയിൽ നമ്മുടെ ഓരോ കമ്പാർട്ട്മെന്റിൽ വേസ്റ്റ് ബോക്സ് ഉണ്ട്, നമ്മൾ അവിടെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ ജനലിൽ കൂടെ ഒറ്റ തുറക്കും. ഇത് നമ്മുടെ 7 തലമുറ നമ്മളെ പഠിപ്പിച്ച സംസ്കാരമാണ്. ഇവിടെ നിന്ന് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് എന്ത് ചെയ്യണം? ആദ്യം വീട്ടിൽ പ്രാർത്ഥിക്കണം, വ്യാഴാഴ്ച പ്രാർത്ഥന യൂണിറ്റിൽ പ്രാർത്ഥിക്കണം, അല്ലേ? വ്യാഴാഴ്ച ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, ആ ദേശം മാറണം. എന്നിട്ട് എന്ത് ചെയ്യണം? മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ എവിടെ പോകുന്നു? ആ ഗുരുവിൻ്റെ സങ്കല്പത്തിൽ വെച്ചിട്ടുള്ള പ്രാണപ്രതിഷ്ഠ മുന്നിൽ പോയി ഇവിടുത്തെ സകല സൂക്ഷ്മ ഭാവത്തിനെയും ഞാൻ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഈ രോഗം മൂർജിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കട്ടിക്ക് പ്രാർത്ഥിച്ചിട്ട് ആ ജീവന് ശേഷിത്വം വരുമ്പോൾ 7 തലമുറയിൽ നിന്ന് വന്നിട്ടുള്ള അവൻ്റെ ശരീരത്തിലെ ഓരോ കോശവും മാറിത്തുടങ്ങും. ക്യാൻസർ എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പുതിയ കണ്ടുപിടുത്തം അറിയോ? നിർഭാഗ്യത്തിനാണ് കണ്ടുപിടിക്കുന്നത്. ഞാനല്ല പറഞ്ഞ കാലിഫോർണിയ ക്യാൻസർ സെൻറ്റർ, എൻ്റെ ഒരു പേപ്പർ എൻ്റെ കയ്യിലിരിക്കുന്നത്, ഞാനിപ്പോൾ എടുത്തിട്ടില്ല. അവർ പറയണത് ഒരു സെല്ല് അതിൻ്റെ ജീവൻ്റെ ഓർമ്മയില്ലാതെ, നമ്മുടെ ഓരോ സെല്ലും ഞാനിങ്ങനെ കൈ പൊക്കണൊക്കെ എന്തുകൊണ്ടാണ്? എൻ്റെ ജീവൻ അവിടെ ഉള്ളതുകൊണ്ടാണ്. ജീവനില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇനി കൈയുമില്ല കാലുമില്ല, അല്ലേ? അതാണ് മറ്റേ കുട്ടിയോട് നമ്മൾ പറഞ്ഞത്. സ്വാമി ആത്മാവിനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അപ്പം എൻ്റെ ഒരു സെല്ല് ഈ കൈയിൻ്റെ ഈ അറ്റത്തുള്ള ഈ പറയുന്ന ഈ അറ്റത്ത് നിൽക്കുന്ന ഈ നഖം പോലും അതിൻ്റെ അർത്ഥത്തിൽ വളരുന്നത് എൻ്റെ ജീവൻ്റെ ഓർമ്മയ്ക്കനുസരിച്ച് വരുള്ളൂ. ആ ഓർമ്മ എൻ്റെ 7 തലമുറയുടെയാണ്. അതാണ് എൻ്റെ അച്ഛൻ്റെ മുഖമാണോ അമ്മയുടെ മുഖമാണോ മുത്തശ്ശൻ്റെ മുഖമാണോ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം. ഇത് മറന്നാൽ, ഇതിനൊരു ഓർമ്മക്കുറവ് വന്നാൽ, എൻ്റെ എനർജി അവിടെ എത്താതിരുന്നാൽ ഈ സെല്ലെന്ത് ചെയ്യും? തെറ്റായ രീതിയിലൊന്ന് വിഭജിക്കും. 41 ദിവസം കൂടുമ്പോൾ അത് 4ആയി വിഭജിക്കും. അടുത്ത 41 ദിവസം അത് 16ആയി, അടുത്ത 40 ദിവസം 32ആയി. അപ്പോഴാണ് ഒരു മുഴ കാണുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒന്ന് ഡോക്ടറെ അടുത്ത് പോവാം. ഇവിടെയാണ് ഗുരു തിരുത്തുന്നത്. ഗുരു അവിടെ മെഡിസിൻ അല്ല തരുന്നത്, പിന്നെ എന്താ ചെയ്യണം? ഈ ജീവന്റെ ഓർമ്മയെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലും അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ആ സെല്ലുകൾ ഒന്നുപോലും തെറ്റായി വിഭജിക്കില്ല. അഥവാ നമ്മുടെ വീട്ടിലൊരു രോഗത്തിൻ്റെ വ്യതികേട് നമ്മൾ വളരെ ശക്തമായി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഒന്ന് പോയി ആ പർണശാലയിൽ പോയി ഒന്ന് ഗുരുവിനോട് യാചിച്ചൊന്ന് പ്രാർത്ഥിക്കണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ പറഞ്ഞ പോലെ ഒന്ന് മൂവ് ചെയ്യും. ഡോക്ടർ പറഞ്ഞ പോലെ മൂവ് ചെയ്ത് എന്ത് സംഭവിക്കും? ഒരു 10-15 ലക്ഷം രൂപ എന്ത് ചെയ്യും? നമ്മുടെ നിന്ന് പോയി കിട്ടും. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് പയ്യ അമ്മയോട് ചോദിച്ചാലും അറിയാം. അതുപോലെ നമ്മുടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഗുരുനിശ്ചയ സ്വാമി, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് വയറുവേദന വന്നപ്പോൾ അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ മുഴുവനും ഡോക്ടർമാരാണ്. വിക്ടർ, ജോൺ സാറ്, ഇവരൊക്കെ വലിയ വലിയ സർജന്മാരാണ്. അപ്പം അദ്ദേഹം, രാജൻ വർഗീസ് നിങ്ങൾക്കൊക്കെ അറിയും, അദ്ദേഹത്തിൻ്റെ വയറുവേദന ശക്തമാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഇപ്പം തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. അമേരിക്കയിൽ നിന്ന് 2-3 ഗുളികയെ കൊണ്ടുവന്നു. കാരണം അവരൊക്കെ അവിടെയൊക്കെ അവർ ബന്ധുക്കളൊക്കെ അവിടെ ആയതുകൊണ്ട് സ്വാമിയൻ അത് അനുഭവത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ ശക്തമായ രീതിയിൽ ഓപ്പറേഷൻ്റെ എല്ലാമായി. അപ്പോൾ നാളെ ഓപ്പറേഷനാണ് മെഡിക്കൽ കോളേജിൽ.
വർഗീസ് അണ്ണൻ ഇപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മൾ ഗുരുവിനോട് പറഞ്ഞില്ലല്ലോ. ചാടി അവിടുന്ന് നേരെ വന്ന് ഗുരുവിൻ്റെ അടുത്ത് വന്ന്, എന്താ അല്ല ഇങ്ങനെ രാജന് ഒരു വയറുവേദന ഓപ്പറേഷനാണ്. അവൻ ആരെടുത്ത് അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അന്തവനെ എന്താണ് അവൻ ഇവിടെ നിൽക്കണവൻ എൻ്റെ അനുവാദം ഇല്ലാണ്ട് എന്തിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് ഭയങ്കര ബഹളമായി. ഇപ്പം അവിടെ കൊണ്ടുവരണം പറഞ്ഞു. അങ്ങനെ രാത്രി 12 മണിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ചാടി വന്നു. ഡിസ്ചാർജ് ഒന്നും കിട്ടില്ലല്ലോ. ഗുരു പറഞ്ഞു, നിനക്കെന്താ അസുഖം ചോദിച്ചു. വയറ്റിലിങ്ങനെയാണ് അത് പിന്നെ അറിയാലോ, അതിൻ്റെ ആ ഒരു സിംറ്റംസ് കുറേ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞു. നീ എവിടുന്ന് ആഹാരം കഴിക്കണ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനും സോമണ്ണനും ചേരില്ല, അടുക്കളയിലെ സോമണ്ണൻ ഞാൻ ചേരും, അവിടെ ഞാൻ എപ്പോഴും പുറത്തെ ക്യാൻറ്റീനേ കഴിക്കാം, ഇന്നു മുതൽ നീ ഇവിടുന്നേ കഴിക്കാം, എന്തു വന്നാലും ഇവിടുത്തെ ആഹാരമല്ലാത്ത ഒരു ആഹാരം നീ കഴിക്കരുത്. അപ്പോൾ അദ്ദേഹം അന്നു മുതൽ അവിടുന്ന് കഴിച്ചു തുടങ്ങി. ഒരിക്കലും പിന്നീട് അദ്ദേഹത്തിന് കത്തി വെക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഈ കൂട്ടായ പ്രാർത്ഥനയും ചിട്ടയുണ്ടെങ്കിൽ ഒരു 80 വയസ്സ് വരെയും നമുക്ക് വലിയ ബുദ്ധിമുട്ട്. പിന്നെ 80 വയസ്സ് കഴിഞ്ഞാൽ പോകാനുള്ള സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരണമല്ലോ, പോകാനുള്ള കാരണത്തിന് അത് പോകണം. കാരണം നമ്മൾ ഒഴിഞ്ഞു കൊടുത്താൽ അടുത്ത ഗാങ്ങിന് വരാൻ പറ്റില്ല. പിന്നെ നമ്മൾ തിരിച്ചു വേണമെങ്കിൽ വരാം, ഗുരുവിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ ഒരു വരവ് വരാം. അത് ലോകത്തിനെ ഭരിക്കാനായിരിക്കണം വരണം എന്നാണ് ഗുരു പറയുന്നത്. സാധാരണ വരവ് വന്നാൽ പോരാ. ഇനി നിങ്ങൾ വരുമ്പോൾ എങ്ങനെ വരണം? അത്യമായ കോൺഷ്യസ്നായിരിക്കും നമ്മൾ വരിക, ബോധത്തിൻ്റെ അപ്പുറത്തെ ബോധത്തിൽ വരണം. അങ്ങനെ അത് ഗുരുവിൻ്റെ നിശ്ചയപ്രകാരമേ വരുള്ളൂ എന്നാണ് ഗുരു പറഞ്ഞു. അല്ലാതെ അതെങ്ങനെ വരണം നിങ്ങൾ, പക്ഷെ ആ പോകുന്നത് പോട്ടെ, അല്ലാതെ നമ്മൾ ആരോഗ്യവാനായി ആ ധർമ്മത. പിന്നെ ഗുരു പറഞ്ഞു, ചില കർമ്മഗതി പിടിച്ച ചില അസുഖങ്ങൾ വരും, അത് ചിലത് അവിടെ നിൽക്കട്ടെ, അത് ചിലത് അവിടെ നിന്നോളാൻ പറയും. അതിനെ നമ്മൾ പ്രാർത്ഥന കൊണ്ടും ചര്യ കൊണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള കർമ്മമാണ്. അപ്പോൾ നമ്മുടെ 7 തലമുറയുടെ ഈ ഗതികേട് നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോഴൊക്കെ പറയുന്നത്, ഗോത്രം നോക്കി പെണ്ണെടുക്കണം. ഗോത്രം ശരിയല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളൊക്കെ ഞാൻ കണ്ടിട്ട് നമ്മുടെ കാരണവന്മാർ, ഇതുപോലത്തെ കാരണവന്മാർ നേരത്തെ കല്യാണം ആലോചിക്കുമ്പോൾ വിടും. അപ്പോൾ നമ്മുടെ ചേട്ടനെ പോലത്തെ ആൾക്കാർ അവിടെ ചായക്കടയിലൊക്കെ പോയിരുന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കും, ഇപ്പോൾ ആ കുടുംബത്തിൽ എത്ര ഭ്രാന്തന്മാരുണ്ടായിരുന്നു, എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എത്ര കുടുംബത്തിന് അവർ സ്വത്തൊന്നല്ല അന്വേഷിക്കുക. എന്നിട്ട് അടുക്കള കാണാൻ പോകാമെന്നുണ്ടൊരു പരിപാടി. എന്താ അടുക്കള കാണുക പറഞ്ഞാൽ വീട്ടിൽ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോയെന്നല്ല, ആ അടുക്കള കണ്ടറിയാം കുടുംബത്തിൻ്റെ ഗോത്രത്തിൻ്റെ മഹിമ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ആ അടുക്കളയിൽ സപ്പോർട്ട് ചെയ്യുന്നവരിലൂടെ ഈ കുടുംബത്തിൻ്റെ ബാക്കി കാര്യം അപ്പം തന്നെ അവർ തീരുമാനിക്കും, വേണ്ട. അങ്ങനെ TN ശേഷൻ്റെ കല്യാണം വേണ്ട പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അവരോട് ഭയങ്കര സ്നേഹം തോന്നി, കെട്ടി അല്ലേ. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, മക്കളൊന്നും ജനിച്ചില്ല. അപ്പോൾ ഈ ഗോത്രത്തിൽ നിന്ന് വരുന്ന ഈ ഗതികേടുകൾ നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാറ്റാം എന്ന് ഗുരു പറയുന്നുണ്ട്. ഇത് ഗുരു തരുന്ന ഗ്യാരണ്ടിയാണ്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചോദിക്കണം. അപ്പം അത് ഈ ചോദ്യമില്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അറിവില്ലായ്മ ഇരിക്കണം. നമ്മളൊരിക്കലും ഇതാരോ എന്നോട് എപ്പോഴും പറഞ്ഞു, ശിശുവിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ആരോ എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല ആരാ ചോദിച്ചത്. ഞാൻ പറഞ്ഞൊരു എളുപ്പമാർഗമുണ്ട്, എല്ലാം കയ്യിൽ എഴുതുക, പേപ്പറിലാക്കുക, ഏറ്റവും അവസാനം പോവുക. ആദ്യം പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പിന്നാലെയുള്ളവർ ഉന്തും. കാരണം അവർക്ക് ട്രെയിനൊക്കെ നിൽക്കുന്നത് അല്ലേ, ശ്രീമതിയമ്മയ്ക്കൊക്കെ ട്രെയിനൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇവർക്ക് ഇപ്പോൾ നമ്മൾ പിന്നാലെ വരുന്നവർ ഇടിച്ച് കയറി ഇടയിൽ കൂടെയൊക്കെ വരും. നമ്മളെന്ത് ചെയ്യണം? കുറച്ച് വെയിറ്റ് ചെയ്യുക. ഒരു ദിവസം അവിടെ നിന്ന് എന്താ കുഴപ്പം അല്ലേ? അങ്ങനെ നിൽക്കുക. പക്ഷേ നമ്മളെന്ത് ചെയ്യും? ഫസ്റ്റൊക്കെ പോയി എന്തെങ്കിലും ശരിക്കും നമ്മൾ അവിടെ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 മാസമൊക്കെ നിർത്തിച്ചിട്ടുണ്ട്. ഗുരു അവിടെ പിടിച്ചിടും. നമ്മളൊരു അസുഖം പറയാൻ പോയിരിക്കുകയാണ്. എന്താ അസുഖം? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കുള്ള ആൾ പോകുമ്പോഴാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. നമ്മളവിടെ പോയ 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആരും വിടുന്നില്ല, ഗുരു വിടുന്നില്ല. ആരാധനയും കൂടി കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഈ റിസൾട്ടും കൊണ്ട് പോകുമ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ അസുഖമൊന്നും കാണാനില്ലല്ലോ. പ്രാർത്ഥനയാണ് അതിൻ്റെ അടിസ്ഥാനം. ജീവന്റെ പ്രാണന്റെ അർത്ഥം വലുതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ശരീരത്തിലെ സകല അണുക്കളും സകല വിധത്തിലുള്ള കോശങ്ങളും അത് വളർത്തിക്കൊണ്ടു.
അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദ്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അതുപോലെ ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിവിടെ ഒരാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇസാഖ് റാബി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായി, ഒരു സയൻറ്റിസ്റ്റാണ്. അയാൾ 1944 നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. അതിൽ മാഗ്നറ്റിക് റിസയൻസ് എന്ന് പറയുന്ന ഇന്ന് കാണുന്ന MRI സ്കാനൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അയാളോട് ഒരിക്കലും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അയാൾ വലിയ സയൻറ്റിസ്റ്റൊക്കെ ആയി, പക്ഷെ അന്ന് സയൻറ്റിസ്റ്റിനൊന്നും വലിയ കാശില്ല, ഡോക്ടർക്കും മറ്റൊരു 1944. അപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങിത്രയൊക്കെ പഠിച്ചിട്ടും അങ്ങൊരു ഡോക്ടറോ വലിയ എന്താ പറയുക വലിയ രീതിയിലുള്ള ബിസിനസ്സോ ഇല്ലെങ്കിൽ ഒന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം എന്താണ് താങ്കൾ സയൻറ്റിസ്റ്റ് ആവാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ അമ്മയാണ് അതിന് കാരണം. അപ്പോൾ ചോദിച്ചാൽ എന്താണ് ചോദിച്ചു. എൻ്റെ അമ്മ ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളൊക്കെ എന്താ ചോദിക്കുക? ഗുരുവേദയോട് അമ്മ എന്താ ചോദിക്കുക? ഹോംവർക്ക് ഉണ്ടോ, ക്ലാസ് ഉണ്ടോ, എന്താ എഴുതിയത് ഒക്കെ അല്ലേ, ക്ലാസ്സുകളുണ്ടോ അല്ലേ ചോദിക്കാറ്. മിക്ക അമ്മമാരും അതാണ് ചോദിക്കാറ്. എന്നാൽ ആ അമ്മ ചോദിച്ചതല്ല, നീ ഇന്ന് ആ മാഷിനോട് എന്ത് ചോദ്യമാണ് ചോദിച്ചത്? എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ എന്തായത്, ഒരു സയൻറ്റിസ്റ്റായി. ഒരു യഥാർത്ഥ ഗുരുവിശ്വാസി എന്ത് ചെയ്യണം? ചോദ്യങ്ങളാണ്, സംശയങ്ങളും ചോദ്യങ്ങളും. പിന്നെ മതത്തിൻ്റെ ചോദ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അമ്മയുടെ അനിയത്ര മയം പ്രസവിച്ചാൽ എനിക്ക് വരാൻ പറ്റുമോ? അത് ചോദ്യമല്ല, അത് പൊട്ടത്തരം. എൻ്റെ ചോദ്യം അതല്ല. എന്താണ് പ്രാർത്ഥന? ആ പ്രാർത്ഥന അഖണ്ഡനാമം ജപിക്കുമ്പോൾ ഇതെവിടുന്ന് കിട്ടി? എന്തുകൊണ്ടാണ് മറ്റ് മതങ്ങളിലും മറ്റ് ധർമ്മങ്ങളിലും ഉണ്ടാകുന്ന പ്രാർത്ഥനയും ഇതും തമ്മിൽ വ്യത്യാസം? ഒരു കുട്ടി എന്നോട് വളരെ വ്യക്തമായൊരു ചോദ്യം ചോദിച്ചു, ഹിന്ദു മതത്തിൻ്റെ ആശ്രമവും ശാന്തിഗിരി ആശ്രമവും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെയും വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്, ഇവിടെയും വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. അവിടെയും സന്യാസിമാരുണ്ട്, ഇവിടെയും സന്യാസിമാരുണ്ട്. അവിടെയും കൽപ്പൂര കത്തിക്കുന്നു, ഇവിടെയും കൽപ്പൂര കത്തിക്കുന്നു, അല്ലേ? അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ. മനസ്സിലാവണ്ട. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുമ്പോൾ പോലും പ്രാർത്ഥിക്കാൻ പറയുന്നത്? വ്യക്തമായ മറുപടി നമ്മൾ കൊടുക്കണം. അസുഖങ്ങൾ 3 വിധത്തിലാണ് വരുന്നത്. ഒന്ന് നമ്മുടെ 7 തലമുറയുടെ ജനറ്റിക്കിലൂടെയാണ്. ആ ജനറ്റിക്കിനെ റിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് അതിനെ ഇനിയിപ്പോൾ 2 എണ്ണം കൂടി ഉണ്ട് അസുഖം വരാനുള്ള കാര്യങ്ങൾ കേട്ടോ. അത് നമ്മൾ 3 മണി ആയതുകൊണ്ട് അടുത്തതിൽ പറയാം. അണുക്കളിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് ചില രീതിയിൽ ഗുരു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ അണുക്കളുണ്ട്. ഈ ബ്ലഡിൽ എത്ര തരം അണുക്കളുണ്ട്? 2 റെഡും വൈറ്റും ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ 7 തലമുറ മുത്തച്ഛൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ ഇത് പതുക്കെ വർക്ക് ചെയ്യും, സ്പീഡ് ഉണ്ടാവില്ല. ഇവനിലേക്ക് ഈ അഖണ്ഡനാമത്തിൻ്റെ കർമ്മവും ആരാധനയുടെ പ്രകാശവും വന്ന് ഇവൻ്റെ സ്പീഡ് എന്തായി? അവൻ ഫാസ്റ്റാവും. ഇവൻ്റെ ശേഷിത്വം കൂടും. അപ്പം ഇവന് നമ്മുടെ ഈ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ അർത്ഥം ഇവനിലേക്ക് അതിവേഗതയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. മനസ്സിലാവണം. അതിൻ്റെ ഒരു വ്യത്യാസം കൊടുക്കേണ്ടി വരും. നമ്മൾ സമൂഹ ജീവിയാണ്, കൊടുത്തേ പറ്റൂ. ചിലപ്പോൾ എൻ്റെ ചെറിയച്ഛനോ മകനൊക്കെയാണ് ചോദിക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഇത് എന്താണ് ശാന്തിഗിരിക്കാരനാണ്, കൊടുത്താൽ പുണ്യം പോകുന്നൊക്കെ വേണ്ടി ഇരുന്നാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ അസുഖം മാറുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അസുഖം മാറി. അത് മഞ്ഞപ്പിത്തം എന്നിട്ട് അസുഖമുള്ള ഒരാളുടെയും ബ്ലഡ് കൊടുക്കരുത്. അത് കൊടുക്കണം. അല്ല, അത് മഞ്ഞപ്പിത്തം അത് ഡോക്ടർ ചെക്ക് ചെയ്തിട്ടല്ലേ എടുക്കുള്ളൂ. അത് ശരിയാണ്. അല്ല, നമ്മുടെ ഇവിടെ ആത്മീയമായ ചോദ്യം അതിൽ കുറച്ചുണ്ട്. പക്ഷേ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമ്മളത് ചെയ്തേ പറ്റും. അതങ്ങനെ ഒഴിവാക്കാൻ പാടില്ല. അതേപോലെ ഇവിടെയും പലവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഈ മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ കാര്യം ഞങ്ങൾക്ക് ചെയ്യണം, കാരണം നമ്മുടെ സമൂഹ ജീവിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് അവർ ശാന്തിഗിരി ആശ്രമിച്ച കാര്യം വരാതെയാണ്. ഇപ്പം ഞാനും ഗുരുത്ത സമീപത്തെ ആൾക്കാർ എന്തിനും എല്ലാവിടെയും പോയി വീഴുന്നത്, ചത്ത ചാവട്ടെ എന്ന്. പ്രസ്ഥാനത്തിന് വേണ്ടി ചത്ത എന്താ ഗുണം? ഒരു 4 പേര് വരുമോ?
അവർക്ക് ഈ നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എന്താ കുഴപ്പം? വേണ്ടേ? അപ്പോൾ അങ്ങനെയുള്ളവൻ്റെ കൂടെ ഗുരു ഉണ്ടാവും, അവനൊന്നും സംഭവിക്കില്ല. അവൻ അഗ്നിപർവ്വതത്തിൽ ചാടിയാലും അവനൊന്നും സംഭവിക്കില്ല. അപ്പം അതാണ് എൻ്റെ അടിസ്ഥാനം. അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഈ വയ്യാത്ത ആൾക്കാരെ സഹായിക്കണം. ഇപ്പം ഇവിടെ ആരോ പറഞ്ഞു പ്ലേറ്റ് എടുക്കാൻ പാടില്ല. ഏത് പൊട്ടത്തെയാണ് പറഞ്ഞു അറിഞ്ഞില്ല. ഓട്ടത്തരം പറയണ ഒരാൾക്ക് കാലിന് വയ്യ, അവർക്ക് ഇറങ്ങിപ്പോകാൻ എന്താ ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടിക്ക് ആഹാരം കൊടുക്കും, ചെല്ലു. ആ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഒന്ന് സഹായിച്ചാൽ എന്താ കുഴപ്പം? ഒന്നുമില്ല. അത് ഗുരു നിങ്ങളുടെ കൂടെ നിൽക്കും. അതേസമയം നല്ല ആരോഗ്യമുള്ള ഗുരുവേദ പോകുമ്പോൾ പ്ലേറ്റ് എടുത്ത് അമ്മ പോയാൽ നമ്മൾ ചീത്ത വിടും. അവിടെ കഴുകി കൊടുക്കേണ്ട ആവശ്യം മനസ്സിലാവണ്ട. അവിടെയാണ് യുക്തിയ ബുദ്ധിയ യോഗബലം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതുപോലെ ഞാനിവിടെ ദീപ് കൊടുക്കുമ്പോഴും പറയാറുണ്ട്, വയ്യാത്തവർ നടക്കണ്ട, ഇവിടെ നിന്നാൽ മതി. ഇവിടെ തന്നെ നിന്നോട്ടെ, എന്തിനാ വെറുതെ വലം വെക്കാൻ നിൽക്കണം? ഭാരതമ്മയോടൊക്കെ ഞാൻ പറഞ്ഞു, ഭാരതമ്മയുണ്ട് അവിടേക്ക് നടക്കാൻ പോകും. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാൽ മതി, എന്തിനാ വെറുതെ? അവിടെ പ്രായോഗികമായി ചിന്തിച്ച് പ്രവർത്തിക്കും. അവരെ പോയി ആരൊക്കെ പേടിപ്പിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ്, മാറി നിൽക്കണം, അങ്ങനെയൊന്നും ഗുരു പഠിപ്പിച്ചിട്ടില്ല. ഗുരു പറയണ അവർക്ക് വേണ്ടി നിങ്ങളെടുക്ക്, ആ സങ്കല്പം എടുത്താൽ ബാക്കി ഞാൻ നോക്കിക്കോളാന്നാണ് പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഇറക്കരുത്. ഈ പുതിയതായി വന്നവരാകെ പേടിച്ചു പോകും കേട്ടോ. ഈ പുതിയതായി വന്നവരോട് പറയുന്നത്, ഈ പൊട്ടത്തരങ്ങളൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ ഇവിടുത്തെ ചില മാനസിക മിത്രം കൊണ്ട് ഇവിടെ ഒരു ഗുളികയുണ്ട്, അത് ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇവർക്ക്. മാനസമിത്ര ഘടകം എന്താ അറിയോ? ഗുളിക. കാരണം രക്ഷയില്ല ഇവരെ കൊണ്ട്. ഇങ്ങനെ കുറേ പൊട്ടത്തരം പറഞ്ഞ് പുണ്യം പോവും ഭാഗ്യം പോവും പറഞ്ഞിട്ട്, പുണ്യം ഭാഗ്യം ഇലക്ട്രിസിറ്റി പോലെ ഇറത്താവുന്ന സാധനമാണ്. ഭ്രാന്താണ്, അങ്ങനെയൊന്നും പോവില്ല. നിങ്ങളായിട്ട് അതിൻ്റെതായ ധർമ്മം പാലിക്കാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു തുള്ളി പുണ്യം പോകുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. പൊട്ടത്തരം പറയണത്. എല്ലാവർക്കും ആഹാരം കഴിക്കാൻ വളരെ വളരെ സമയം, എനിക്കും വെച്ചിട്ട് വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അമ്മമാരോടൊക്കെ വിശക്കുന്നവർക്ക് പോയി കഴിക്കട്ടെ കുട്ടികളൊക്കെ. ഞാൻ ഇത്രേ പറഞ്ഞു. പല ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലത്തെ പൊട്ട ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് വന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ ഈ പറയണ അദ്ദേഹത്തിനെ പോലെ സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. നിരന്തരമായ ചോദ്യങ്ങൾ ഈ ആശയത്തിനെ കുറിച്ച് ചോദിക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ അസുഖം മാറാത്ത, മറ്റുള്ള അസുഖം പെട്ടെന്ന് മാറിയത്? ഗുരുവിനോട് ചോദിച്ചിട്ട് നമ്മൾ, എന്തുകൊണ്ടാണ് ഗുരുവെ അങ്ങ് എന്നെ വിടാത്തത്? അദ്ദേഹത്തിനോട് പെട്ടെന്ന് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ചില ആൾക്കാർ ഇവിടെ നിന്ന് കർമ്മം ചെയ്യാൻ പറയണോ, എന്നോട് ഇവിടെ നിൽക്കണ്ടെന്നും പറയണു. എന്തുകൊണ്ട്? ഇങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള അറിവ് നിങ്ങൾക്ക് വേണം. അത് ഓരോരോ ജീവനും അവൻ്റെ തലമുറയും അവൻ്റെ ഗോത്രവും പോലെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ബാക്കി രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. ആ അസുഖം വരാനുള്ള കാരണങ്ങൾ അത് ഞാൻ അടുത്തതിൽ പറയാം. കാരണം സമയം 3 മണിയായിട്ട് ഇനി ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം എനിക്ക് പണി തരും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും, അതുപോലെ രാവിലെ നമ്മുടെ സുശീല ടീച്ചർ എടുക്കുന്ന നമ്മുടെ ഗുരുഗീത ക്ലാസ്സിലെ കുട്ടികളെ വിടണം. അമ്മമാരും പഠിച്ചോട്ടെ, അതിൻ്റെ ഇടയിൽ കൂടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പഠിച്ചോട്ടെ. ഗുരുഗീത ക്ലാസ് നല്ലതാണ്, അത് കേൾക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഗുരു പറഞ്ഞ മിലരേബ അതുപോലത്തെ കുറേ പുസ്തകങ്ങളൊക്കെ നമുക്ക് പതുക്കെ പഠിക്കാം. പക്ഷെ അത് നിങ്ങൾ എപ്പോഴും ഇവിടെ സൂക്ഷിക്കണം. ഞാൻ മാറിയാലും, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയാലും നിങ്ങളിത് സൂക്ഷിച്ച് കൊണ്ടുപോകണം. അതിപ്പോൾ നമ്മളെ കോഴിക്കോട് അവർ കൃത്യമായി കൊണ്ടുപോകുന്നു. അതൊരു ദിനചര്യയായിട്ട് കൊണ്ടുപോകണം. കാരണം മറ്റേതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്വാമി പോയോ സന്തോഷമായി, ഇനിയിപ്പോൾ ഞായറാഴ്ച ഈ വഴിക്ക് പോകണ്ടല്ലോ, ഗുഡ് ബൈ, അടുത്ത വഴി നോക്കണം. അതല്ല, അവനവൻ്റെ ജീവൻ, നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം എന്ന് പറയുന്നത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെ അർത്ഥം എന്താ? നിരന്തരം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്, സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പീരീഡ് ഓഫ് ടൈമേ തന്നിട്ടുള്ളൂ. അതിനുള്ളിൽ ഈ വാഹനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ദൂരം സഞ്ചരിക്കണം. അപ്പോൾ ദൈവം എന്താ പറയുന്നത്? നീ ആൾറെഡി വഴി തെറ്റി, നീ പേടിക്കേണ്ട, നിനക്കൊരു ഫ്ലൈറ്റ് തരാം, അതിൽ കയറിയാണ് അപ്പുറത്ത് പോയിക്കോ. ആ ഫ്ലൈറ്റാണ് പ്രാർത്ഥന. ആ ഫ്ലൈറ്റിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ആ എയർപോർട്ട് കൊണ്ട് ഇറക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവിനെ മുറുക്ക പിടിച്ചാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. നീ ഇതുപോലത്തെ പൊട്ടത്തരങ്ങളായാലും, പ്രത്യേകിച്ച് പുതിയതായി വന്ന ആൾക്കാരോട് പറയണത്, ഇതുപോലത്തെ കുറേ പൊട്ടത്തരം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കും, ഒരിക്കലും അതിൽ വീഴരുത് കേട്ടോ. പോയി പണി നോക്കാൻ പറഞ്ഞു. ഗുരു തൊട്ട് കഴിഞ്ഞ് ഇറത്താവും. അതാണ് ഇതുപോലെ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഇതിലൊന്നും വിശ്വസിക്കരുത്. ഇവിടെ സഹായിക്കാൻ പറ്റിയാൽ സഹായിച്ചോളൂ. ആരോഗ്യം ഇല്ലാത്തവരെ സഹായിക്കുക. ആരോഗ്യമുള്ളവരടുത്ത് പറയാൻ മര്യാദ എൻ്റെയും കൂടി പിടിക്കടാ പറയും, അങ്ങോട്ട് കൊടുക്കുക. ആരോഗ്യം ഇല്ലാത്തവർക്ക് നമ്മൾ നല്ലോണം നോക്കണം. അവർക്ക് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇതാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവായൂർ സമർപ്പിക്കുക. സദ്ഗുരുവേ ശരണം.
ഈ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട് പറയും. മാർബിളിന് കുറച്ച് പൈസ തരണം പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സമർപ്പണമായിട്ടാണ്. അതൊരു ഫോട്ടോ എടുക്ക്. ആ